ഇതിപ്പോ നമുക്കറിയാം ഇപ്പൊ ഒത്തിരി ചെറുപ്പക്കാർ ഇതുപോലെ ആഫ്റ്റർ കോവിഡ് സത്യം പറഞ്ഞാൽ ഇതുപോലെ അറ്റാക്ക് വന്ന് മരണപ്പെടുന്നത് ഒത്തിരി കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വളരെ ഒരു നഷ്ടം തന്നെയാണ് നവാസിന്റെ മരണം. നമ്മുടെ പ്രിയപ്പെട്ട നടൻ നവാസ് അപ്രതീക്ഷിതമായി മരണപ്പെട്ടതിൽ മലയാളികളെല്ലാം വളരെ വിഷമത്തിലാണ്. അതിനോടൊപ്പം തന്നെ ഒരു ചർച്ച വളരെ വേഗത്തിൽ തന്നെ പടർന്നു പിടിക്കുന്നുണ്ട്. ഇന്ന് ആലുവ MLA അൻവർ സാദത്ത് MLA നവാസിന്റെ പെട്ടെന്നുള്ള മരണത്തിൽ ഒരു പ്രതികരണമായി രേഖപ്പെടുത്തിയത് കോവിഡ് വാക്സിൻ എടുത്തതിനു ശേഷം കുഴഞ്ഞു വീണു മരണങ്ങൾ അല്ലെങ്കിൽ ഹൃദയസ്തംഭനങ്ങൾ എന്നിവയൊക്കെ കൂടുതലായി നടക്കുന്നു എന്ന തരത്തിലാണ്. ഇത് കാരണമായിരിക്കുമോ ഈ മരണവും എന്ന് MLA സംശയിക്കുന്നുണ്ട്. ഇതുപോലെ സമാനമായൊരു സംഭവമായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഒരു നടൻ വിവേക് മരിച്ചപ്പോൾ മറ്റൊരു നടനായ മൻസൂർ അലി നടത്തിയ പ്രതികരണവും. നടൻ വിവേക് മരണപ്പെട്ടത് കോവിഡ് വാക്സിൻ എടുത്ത ദിവസങ്ങൾക്കുള്ളിലാണെന്നും അത് വാക്സിൻ എടുത്തത് കാരണമാണെന്നുമാണ് മൻസൂർ അലി അന്ന് പറഞ്ഞത്. ആ വാക്കുകൾ കൂടി ആദ്യം കേട്ടിട്ട് വരാം. நான் ஒரு வருஷமா சொல்றேன், இந்த கொரோனா டெஸ்ட்டை நிப்பாட்டுங்க, தயவு செஞ்சு இந்த கொரோனா டெஸ்ட்டை இந்தியாவில் நிப்பாட்டுங்க. അടുത്ത നിമിഷം இந்த கொரோனா இங்க இருக்காது. സത്യത്തിൽ എന്താണ് വാക്സിൻ? ഈ വാക്സിനെ ഭയക്കണോ? ഇതിലൊക്കെ എന്തെങ്കിലും വസ്തുതയുണ്ടോ? ഇതാണ് ഇന്നത്തെ റിപ്പോർട്ട് പരിശോധിക്കുന്നത്. ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല, ലോക ജനസംഖ്യയുടെ 90% പേരും ഭാഗികമായും 80% പേർ പൂർണ്ണമായും ഈ വാക്സിൻ എടുത്തിട്ടുള്ളവരാണ്. കൊറോണ വൈറസ് ഡിസീസ് 2019 അതാണ് ഈ കോവിഡ്-19 വാക്സിനേഷൻ എന്ന് പറയുന്നത്. ഈ വാക്സിനേഷൻ കഴിഞ്ഞ് മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞിട്ടും മുമ്പ് ആരോഗ്യവാനായ ചെറുപ്പക്കാർക്കിടയിൽ മുൻകൂട്ടി അറിയാത്ത ഹൃദയാഘാതം, കുഴഞ്ഞു വീണ് മരിക്കൽ, മറ്റ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നത് ചില മരണങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി വളരെ വലിയ രീതിയിൽ വ്യാപകമായി തന്നെ ആരോപിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് ശരിയാണോ എന്നുള്ളത് ചില പഠനങ്ങൾ പറയുന്നു. വിവിധ ഏജൻസികളുടെയും WHO അടക്കമുള്ള സംവിധാനങ്ങളുടെയും നിരീക്ഷണങ്ങൾ പറയുന്നത് ഇത് പൂർണ്ണമായും തെറ്റാണെന്നുള്ളതാണ്. അതായത് കോവിഡ് വാക്സിൻ എടുത്തതിനു ശേഷം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്നത് കൂടുന്നു എന്നുള്ളതല്ല, കുറയുന്നു എന്നുള്ളതാണ് വിവിധ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത് സാധൂകരിക്കാൻ ഒരു കേസ് സ്റ്റഡി ഇവിടെ പറയുകയാണ്. നവാസിന് സമാനമായിട്ടുള്ള, നമ്മുടെ പ്രിയപ്പെട്ട നടൻ നവാസിന് സമാനമായിട്ടുള്ള ജീവിത രീതിയുള്ള അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അടക്കം പറഞ്ഞത് ശരീരത്തിനും മനസ്സിനും വളരെ ആരോഗ്യത്തോടെ ഇരിക്കാൻ വളരെ നല്ല രീതിയിൽ ഒരു ദുശീലവും ഇല്ലാത്തൊരു നല്ല മനുഷ്യൻ എന്നുള്ളതാണ്. അദ്ദേഹത്തെ പോലെ ജീവിത രീതിയിൽ ആരോഗ്യപരമായ അല്ലെങ്കിൽ ഭക്ഷണ ക്രമീകരണങ്ങളെല്ലാം വ്യായാമമെല്ലാം കൃത്യമായി ചെയ്യുന്ന ഇങ്ങനെയുള്ള വളരെ ആരോഗ്യവാനായുള്ള മനുഷ്യനിൽ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളതിൽ വളരെ പലരും അസ്വസ്ഥരാണ്, അല്ലെങ്കിൽ അത്ഭുതത്തോടെ അമ്പരപ്പോടെയാണ് നോക്കുന്നത്. ഇതുപോലെ ഒരു ജീവിത രീതിയുള്ള 47 വയസ്സുള്ള ഒരു പുരുഷന്റെ കേസ് സ്റ്റഡി ഒരു മെഡിക്കൽ ബോർഡ് പരിശോധിക്കുകയും അതൊരു ജേർണൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തതാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതായത് 47 വയസ്സുള്ള ഒരു പുരുഷൻ ഹൃദയസ്തംഭനം മൂലം കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ കേസ് സ്റ്റഡി നടത്തുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഫോർച്യൂൺ ജേർണലാണ്. ഇതിൽ സംഭവം പറയുന്നത് ദിവസവും 1.5 മൈൽ ഓടുകയും പതിവായി ജിമ്മിൽ പോവുകയും ചെയ്യുന്ന, ഭാരമേറിയ ഭാരങ്ങൾ ഉയർത്തി പ്രൈമറി കെയർ ഒക്കെ ചെയ്യുന്ന 47 വയസ്സുള്ള ഒരു പുരുഷ എഞ്ചിനീയറാണ് ഈ വ്യക്തി. ഹാർട്ട് അറ്റാക്ക് വന്നാണ് ഇദ്ദേഹം മരിക്കുന്നത്. മദ്യപാനമില്ല, പുകവലിയില്ല, മുൻപ് മെഡിക്കൽ അല്ലെങ്കിൽ ശസ്ത്രക്രിയാ ചരിത്രമോ ഒന്നും തന്നെയില്ല. വാർഷിക PCP സന്ദർശനങ്ങൾ പാലിക്കുന്ന വ്യക്തി കൂടിയാണ് ഇദ്ദേഹം കോവിഡ് വാക്സിൻ സ്വീകരിച്ചിരുന്നതിനാൽ ഇതിന്റെ കാരണം കൊണ്ടാണ് ശ്വാസതടസ്സം ഉണ്ടായത് എന്ന് സംശയിക്കുകയും അതിൽ പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്യുകയായിരുന്നു. പക്ഷെ സംഭവം മറ്റൊന്നായിരുന്നു. ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം കോവിഡ് വാക്സിൻ സ്വീകരിച്ചതിന് ശേഷം അതുകൊണ്ടാണ് മരണപ്പെട്ടതെന്നുള്ളതായിരുന്നു ആരോപണം. എന്നാൽ പരിശോധനയിൽ ഡോക്ടർമാർക്ക് മനസ്സിലായത് അദ്ദേഹം പ്രത്യക്ഷത്തിൽ ആരോഗ്യവാനായിരുന്നുവെങ്കിലും ആന്തരികമായി അദ്ദേഹത്തിന് കോവിഡ് മൂലം ഉണ്ടായ പരോക്ഷമായ പല അസുഖങ്ങളും ശരീരത്തിനുള്ളിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. എന്നാൽ കൃത്യസമയത്ത് വേണ്ട പരിശോധനകൾ നടത്തിയിരുന്നുവെങ്കിൽ ഈ രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇടയ്ക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസ്വസ്ഥത തോന്നിയാൽ ഒരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്നത് ഏറ്റവും അനിവാര്യമെന്ന് ഉള്ളതാണ് ഈ ഒരു ജേർണൽ സൂചിപ്പിക്കുന്നത്. കോവിഡ് വാക്സിനുകൾ ഹൃദയ സംബന്ധമായ രോഗം വരുത്തുന്നതല്ല, ഹൃദ്രോഗങ്ങൾക്ക് വാക്സിനുകൾ ഒരു വെല്ലുവിളിയാണ്. അതായത് വാക്സിൻ എടുക്കാത്ത വ്യക്തികളെക്കാൾ കൂടുതൽ വാക്സിൻ എടുത്ത വ്യക്തികൾക്ക് ഹൃദയരോഗ സാധ്യത കുറയുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നതായാണ് ഈ ജേർണലും പഠനങ്ങളും വ്യക്തമാക്കുന്നത്. എന്നാലും അപൂർവമായെങ്കിലും ഈ വാക്സിനുകൾ മൂലമുണ്ടാകുന്ന മയോകാർഡിയൽ പരിക്ക്
ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ലൈവ് അറ്റൻഡേറ്റീവ് ഇൻഫ്ലുവൻസ, COVID-19, വസൂരി വാക്സിനുകളെല്ലാം ഇവയുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള അതായത് ശാരീരികമായി പെട്ടെന്ന് എടുക്കുന്നവർക്ക് ചില ആ സമയത്തുണ്ടാകുന്ന ഹൃദയ സംബന്ധമായ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്, ശരിയാണ്. പക്ഷേ കോവിഡ് വാക്സിൻ കാരണമാണ് നമ്മുടെ ഹൃദയ പ്രവർത്തനങ്ങൾ തകരാറിലാകുന്നത് എന്ന് തെളിയിക്കുന്ന ഒരു വിവരങ്ങളും ഇന്ന് വരെ പങ്കുവയ്ക്കപ്പെട്ടിട്ടില്ല. ഒരു ശാസ്ത്രീയ തെളിവുകളും ഇല്ല. ആരോഗ്യരംഗത്ത് ഏറെ പുരോഗതി കൈവരിച്ച മലയാളികളിൽ പോലും കുറച്ചധികം പേർ ഇന്നും വാക്സിനുകളുടെ മുഖം തിരിച്ചു നിൽക്കുന്നുണ്ട്. പ്രതിരോധ കുത്തിവയ്പ്പുകൾക്ക് പിന്നിൽ മരുന്നും വാക്സിൻ മാഫിയ ബന്ധങ്ങളില്ലേ എന്നൊക്കെ സംശയിക്കുന്നവരുണ്ട്. മാനവരാശിയുടെ ക്രമാതീതമായ പെറ്റുപെരുകൾ തടയുന്നതിനായി ആഗോളതലത്തിൽ നടക്കുന്ന ഗൂഢാലോചനയല്ലേ ഈ വാക്സിൻ എന്ന് പറയുന്നവരുണ്ട്. പോളിയോ തുള്ളിമരുന്ന് നൽകിയിട്ടും തളർവാദം വന്നു, കോവിഡ് വാക്സിൻ എടുത്തിട്ടും കോവിഡ് വന്നു, കുത്തിവയ്പ്പുകൾ ഗുരുതരമായ സൈഡ് എഫക്ട് ഉണ്ടാക്കുന്നു എന്നിങ്ങനെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആശങ്കകൾ നിരവധിയാണ്. ഇതിന് ഓരോന്നായി മറുപടി പറയുന്ന ചില ജേർണൽസും പഠനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ പറയട്ടെ, ശാസ്ത്രത്തെ മനസ്സിലാക്കാൻ മനുഷ്യ സഹജമായ ബുദ്ധിയും മുൻവിധികളും ഇല്ലാത്ത ഒരു മനസ്സ് മാത്രം മതി. അതിനു മുൻപ് ഒരു രോഗം ഉണ്ടായാൽ നമ്മുടെ ശരീരം എങ്ങനെയാണ് രോഗമുക്തി കൈവരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. ഒരു രോഗാണു നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നു. തൽഫലമായി ഈ രോഗാണുവിനെ നേരിടാനുള്ള ആന്റിബോഡികൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ശരിയായ അളവിൽ ആന്റിബോഡികൾ നിർമ്മിക്കപ്പെട്ടാൽ ശരീരത്തിന് രോഗാണു പെറ്റുപെരുകുന്നത് തടയാനും കഴിയും. ആ രോഗബാധയിൽ നിന്ന് മുക്തി നേടാനും സാധിക്കുന്നു. ആദ്യം ഈ ഒരു തത്വം ഉപയോഗിച്ചാണ് വാക്സിനുകൾ പ്രവർത്തിക്കുന്നത്. ചത്തതോ നിർവീര്യമാക്കപ്പെട്ടതോ ആയ രോഗാണുവാണ് വാക്സിനിൽ അടങ്ങിയിരിക്കുന്നത്. ചില അവസരങ്ങളിൽ രോഗാണുവിന്റെ ഏതെങ്കിലും ഒരു ഘടകം മാത്രമാകും ഉണ്ടാവുക. വാക്സിനിൽ അടങ്ങിയിരിക്കുന്ന രോഗാണു നിർജീവമായതോ രോഗമുണ്ടാക്കാൻ ശേഷിയില്ലാത്തതോ ആയതിനാൽ തന്നെ അവയ്ക്ക് ശരീരത്തിൽ കയറിപ്പറ്റി പെറ്റുപെരുകാനോ രോഗമുണ്ടാക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല. മറിച്ച് വാക്സിനിലെ ഈ രോഗാണുവിനെതിരെയും നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുകയും ആ രോഗത്തെ ചെറുക്കാനുള്ള ആന്റിബോഡികൾ ശരീരം നിർമ്മിച്ചെടുക്കുകയുമാണ് ചെയ്യുന്നത്. ഭാവിയിൽ ഒറിജിനൽ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചാൽ ശരീരത്തിൽ ആ രോഗാണുവിനെതിരെ നേരത്തെ തന്നെ നിർമ്മിച്ചു വച്ചിരിക്കുന്ന ആന്റിബോഡികളുടെ സഹായത്താൽ രോഗമുണ്ടാകുന്നത് തടയാനും പറ്റും. അതായത് ഈ വാക്സിൻ നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരുന്നതിലൂടെ മറ്റൊരു മാറ്റങ്ങളും സംഭവിക്കുന്നില്ല. ഒരു രോഗാണുവിനെ അവിടെ ചെറുക്കാനുള്ള ഒരു പരിശീലനം മാത്രമാണ് നൽകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ഒരു പ്രത്യേകതരം രോഗം ഭാവിയിൽ ബാധിക്കുന്നത് തടയാൻ കുത്തിവയ്പ്പുകൾ എടുക്കുന്നത് വഴി നമുക്ക് സാധിക്കുന്നു. ചില അവസരങ്ങളിൽ കുത്തിവയ്പ് എടുത്തവരിലും രോഗമുണ്ടായി എന്ന് വരാം. പക്ഷെ അവരിൽ ആ രോഗലക്ഷണങ്ങൾ വളരെ ലഘുവായി കടന്നു പോവുകയും എളുപ്പത്തിൽ രോഗമുക്തി ആവുകയും ചെയ്യും എന്നുള്ളതും കൂടി ശ്രദ്ധിക്കുക. ഇങ്ങനെ സമൂഹത്തിലെ നല്ലൊരു ശതമാനം പേരെ ഒരു പ്രത്യേക രോഗത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് മുക്തി നേടാൻ വാക്സിൻ എടുപ്പിച്ച് സന്നദ്ധമാക്കുകയാണ് ഈ വാക്സിൻ വഴി ചെയ്യുന്നത് എന്നുള്ളതും കൂടി നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ആ സമൂഹം ഒരു രോഗത്തിന് ഇതിന് ആർജിതമായ ഒരു പ്രതിരോധ ശേഷി കൈവരിക്കുകയും, വസൂരിയൊക്കെ നമ്മുടെ നൂറ്റാണ്ടുകളായി മനുഷ്യജീവികൾ എടുത്തുകൊണ്ടിരുന്ന ഒരു അസുഖമായിരുന്നു. പക്ഷെ ഇന്നതുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കുക. ആ ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് അല്ലെങ്കിൽ 17-ാം നൂറ്റാണ്ടിൽ നിന്നിരുന്ന ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മളെ മാറിയത് ഈ ഒരു വാക്സിന്റെ ഫലമായിരുന്നു. ഇപ്പോൾ വസൂരിയുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 17-ാം നൂറ്റാണ്ടിലായിരുന്നു സാറാ തെലമസ് എന്നൊരു കറവക്കാരി പശുവിനെ കറന്നത് മൂലം തൊലിപ്പുറത്ത് ചെറിയ ചെറിയ കുമിളകൾ പ്രത്യക്ഷപ്പെടുന്നു. ഇത് കാരണം അവർ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഡോക്ടർ ആയിരുന്ന എഡ്വേർഡ് ജെന്നറെ സമീപിക്കുന്നു. അവൾക്ക് ഗോ വസൂരി, അതായത് പശുക്കളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഈ രോഗം എന്നുള്ളതാണ്, തീവ്രത കുറഞ്ഞതും കുഴപ്പങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഒരു രോഗമാണ്. ഇതാണ് അദ്ദേഹം സ്ഥിരീകരിക്കുന്നത്. എന്നാൽ ഈ രോഗം ഉണ്ടാക്കുന്ന കൊപോക്സ് വൈറസ് എന്ന രോഗാണുവും അതിതീവ്രമായ വസൂരി ഉണ്ടാക്കുന്ന സ്മോൾ പോക്സ് രോഗാണുവും ഒരേ വൈറസ് കുടുംബത്തിലെ അംഗങ്ങളാണ്. സാറയെ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനറൽ ഉദിച്ച ഈ ചിന്ത തന്നെയാണ് പിന്നീട് മാനവരാശിയെ ഒരുപാട് രോഗങ്ങളിൽ നിന്നും സംരക്ഷിച്ച് ജീവിപ്പിക്കുന്ന വാക്സിനുകളുടെ കണ്ടുപിടുത്തത്തിന് കാരണമാകുന്നത്. സാറയുടെ കുമിളകളിൽ നിന്നും അദ്ദേഹം ചലം ശേഖരിക്കുന്നു. അദ്ദേഹത്തിന്റെ തോട്ടക്കാരന്റെ മകനായിരുന്ന ജെയിംസ് മിംസ് ഫിലിപ്പിന് തൊലിപ്പുറം ചുരണ്ടി ഗോവസൂരി ബാധിച്ച സാറയുടെ ചലം അതിലേക്ക് കോറിയിടുന്നു. പ്രതീക്ഷിച്ചതുപോലെ ഫിലിപ്പിന് ഗോവസൂരി ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ഗോവസൂരി പ്രത്യേകിച്ച് കുഴപ്പക്കാരനൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഫിലിപ്പിന്റെ ദേഹത്ത് വസൂരി രോഗിയിൽ നിന്നുള്ള ചലം കുത്തിവെക്കുന്നു. ജെന്നർ കാത്തിരുന്ന ഫലം തന്നെ ആയിരുന്നു ലഭിച്ചത്. ഫിലിപ്പിന്റെ ശരീരം മാരകമായ വസൂരി രോഗത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നും തന്നെ കാണിച്ചില്ല. ഇത് തന്നെയാണ് വാക്സിനുകളുടെ നിർമ്മിതിക്കും അടിസ്ഥാനമായി വന്നത്. അതായത് ഒരു വ്യക്തിയുടെ ഒട്ടും പ്രശ്നക്കാരനല്ലാത്ത ഒരു രോഗത്തിൽ നിന്ന് മറ്റൊരു രോഗത്തിനുള്ള, വളരെ പ്രശ്നക്കാരനായ രോഗത്തിനുള്ള ഒരു വാക്സിൻ കണ്ടെത്തുന്നതാണ്. പൊതുവെ നിർജീവമായ രോഗാണുവിനെ അകത്തേക്ക് കടത്തിവിട്ട് ആക്രമകാരിയായ രോഗാണുവിനെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്നു എന്നുള്ളതാണ് അവിടെയും ചെയ്തു തുടങ്ങിയത്. ഈ ജെന്നർ സ്വന്തം ജീവിതം തന്നെ വാക്സിൻ പരീക്ഷണത്തിനും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന
നൽകുന്നതിനുമൊക്കെ മാറ്റിവെച്ചു. എങ്കിലും അക്കാലത്തും ഈ വാക്സിൻ വിരുദ്ധർ അന്നു മുതലേ ഉണ്ടായിരുന്ന അദ്ദേഹത്തിനെതിരെ അശാസ്ത്രീയമായ വാദങ്ങളൊക്കെ ഉയർത്തി. പക്ഷെ എന്താണ് സംഭവിച്ചത്? ശാസ്ത്രത്തിന്റെ സത്യം കാലം തെളിയിച്ചു. ലോക ജനതയെ മൊത്തം നിർബന്ധമായും അല്ലാതെയും മൊത്തമായി വസൂരിക്കെതിരെ കുത്തിവയ്പ് എടുപ്പിച്ചതിന്റെ ഭാഗമായി ഇന്ന് ഭൂമുഖത്ത് നിന്ന് തന്നെ വസൂരി തുടച്ചു മാറ്റാൻ നമുക്ക് അതിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ 17ാം നൂറ്റാണ്ടിൽ ജനർ വാക്സിൻ കണ്ടുപിടിച്ചിട്ടും 19ാം നൂറ്റാണ്ടാവേണ്ടി വന്നു ഈ രോഗത്തെ തുടച്ചു നീക്കാൻ എന്നുള്ളതും കൂടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് ലോകം വാക്സിൻ വഴി കോവിഡിനെ നേരിടാൻ എല്ലാ സജ്ജീകരണങ്ങളൊക്കെ എടുത്തു നിന്നു. ഇതേ അടിസ്ഥാനത്തിലുള്ള തത്വങ്ങളാണ് ഇപ്പോഴും പിന്തുടരുന്നത്. ഉടൻ തന്നെ നമ്മുടെ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കുക എന്നുള്ള ആ ഒരു മാരകമായ വൈറസ് ഇല്ലാതാക്കുക എന്നുള്ള തരത്തിലുള്ള ഒരു നടപടിയാണ് ഈ വാക്സിനുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യവും മാത്രമല്ല ലോകം മുഴുവൻ സ്വീകരിച്ചത്. ഈ വാക്സിൻ കണ്ടെത്തിയ കാലം മുതൽ ഈ ലോകത്ത് വാക്സിൻ വിരുദ്ധരും ഇടം പിടിച്ചു എന്നുള്ളതാണ്. വാക്സിനുകൾക്കെതിരെ അശാസ്ത്രീയമായ വാദങ്ങൾ പടച്ചുവിട്ടു. നിഷ്കളങ്കരായ മറ്റൊരു വിഭാഗം ജനങ്ങൾ ഇതൊക്കെ വിശ്വസിച്ചു. ഇവർക്ക് വസ്തുതാ പാഠങ്ങളായി വാക്സിൻ ആരോപണങ്ങളെ നമുക്ക് ഒരുമിച്ച് പരിശോധിക്കാം. അതായത് ചില ആരോപണങ്ങളൊക്കെ എങ്ങനെയാണ്? ആദ്യം തന്നെ നമുക്ക് ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കാറുണ്ട്. അതിന് പറയുന്ന ആരോപണം കുഞ്ഞുങ്ങൾക്ക് ഇത്രയധികം വാക്സിനുകൾ നൽകുന്നത് എന്തിനാണ്? ഇതിന് പിന്നിൽ മരുന്ന് മാഫിയ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതായത് വസൂരിയെ നിർമ്മാർജ്ജനം ചെയ്തത് ഈ വാക്സിനേഷൻ വഴിയാണ് എന്നുള്ളത് നമുക്ക് ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇന്ന് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുന്നത് വഴി തടയുന്ന രോഗങ്ങളെല്ലാം തന്നെ ഒരു കാലത്ത് മനുഷ്യ ജീവനുകൾ എടുത്തതും ആരോഗ്യകരമായി ഹാനികരമായി ബാധിച്ച രോഗങ്ങളാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. തലമുറകളായി വാക്സിൻ നൽകി സുരക്ഷിതരാക്കുന്നത് കൊണ്ട് തന്നെ പോളിയോ, ഡിഫ്തീരിയ, വില്ലൻ ചുമ, അഞ്ചാം പനി, റുബെല്ല തുടങ്ങിയ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് നമുക്ക് തടയിടാൻ സാധിച്ചു എന്നുള്ളത് മറന്നു പോകരുത്. മരുന്ന് കമ്പനികൾ ലാഭം ഉണ്ടാക്കുമെന്ന് കരുതി എന്റെ കുഞ്ഞിന് പനി വരുമ്പോൾ ഞാൻ പാരസെറ്റമോൾ ഗുളിക നൽകില്ല എന്ന് നമ്മൾ ചിന്തിക്കൂ. അതുപോലെ തന്നെയാണ് കുത്തിവയ്പ്പിന്റെ കാര്യവും. അതായത് നമ്മുടെ കുഞ്ഞുങ്ങളെ രോഗം വരാതെ പ്രതിരോധിക്കുന്നതിൽ ഒട്ടും പിന്നിലാകരുത് നമ്മൾ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ ഒരു ആരോപണം വാക്സിനുകൾ ലോക ജനസംഖ്യയെ നിയന്ത്രിക്കാനുള്ള നിഗൂഢ ഘടകങ്ങൾ ആയി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ വാക്സിനുകളുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നാം നേരത്തെ തന്നെ പറഞ്ഞല്ലോ. വാക്സിൻ അടങ്ങിയിരിക്കുന്ന നിർവീര്യമാക്കപ്പെട്ട ഒരു പാവം രോഗമാണ്. എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ പ്രത്യുൽപാദനങ്ങളെ അല്ലെങ്കിൽ അവയവങ്ങളെ കടന്ന് ആക്രമിക്കുന്നു എന്നുള്ളതാണ്. അതായത് വാക്സിൻ എന്നുള്ളത് വെറും ഒരു ഡമ്മി രോഗാണു മാത്രമാണ്, ജീവനില്ലാത്ത രോഗാണു മാത്രമാണ്. ആ രോഗാണു ഇതിനെ കൊല്ലാൻ നമ്മുടെ ശരീരം തന്നെ സ്വന്തമായി ആന്റിബോഡിയെ നിർമ്മിക്കുകയാണ് ചെയ്തത്. പിന്നെ എങ്ങനെയാണ് ഇത് നമ്മുടെ ശരീരത്തെ പ്രത്യുൽപാദന ശേഷിയൊക്കെ തകർക്കുന്നത് എന്നുള്ളതും കൂടെ ചിന്തിക്കുക. മറ്റൊന്ന്, ദേശീയ പ്രതിരോധ കുത്തിവയ്പ് പട്ടികയിലെ കുത്തിവയ്പ്പുകൾ എടുത്ത് ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാം. ഇനി മറ്റൊരു ആരോപണം ഗുരുതരമായ സൈഡ് എഫക്ട് ഈ വാക്സിനുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഈ മരണത്തിന്റെ വരെയുള്ള ആരോപണങ്ങൾ വരുന്നത്. അതായത് വാക്സിൻ എടുക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന നിർജീവമായ രോഗാണുവിനെതിരെ ശരീരം പ്രതിപ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ പനിയും തൊലിപ്പുറത്തെ തടുപ്പും ഒക്കെ വരുന്നത്. മറ്റു ചെറിയ അസ്വസ്ഥതകളും അനുഭവപ്പെടുന്നുണ്ട്. ഓരോ വാക്സിനുകളും ഉണ്ടാക്കിയേക്കാവുന്ന പാർശ്വഫലങ്ങൾ തലനാരിഴ കീറി പഠനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ചിലപ്പോൾ വർഷങ്ങൾ എടുത്തൊക്കെയാണ് ഇത് ഓരോ പഠനം നടത്തി ലക്ഷക്കണക്കിന് ആളുകളിൽ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജീവികളിലൊക്കെ പരീക്ഷണം നടത്തിയതിനു ശേഷം മാത്രമേ അത് ഇത്രയും വ്യാപകമായ ഒരു ഉപയോഗത്തിലേക്ക് എത്തുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇവർ ഈ പഠനത്തിനായി മുടക്കുന്ന പൈസ അല്ലെങ്കിൽ ഇവർ കാണിക്കുന്നൊന്നും മണ്ടത്തരമല്ല എന്നുള്ള ഒരു ബോധം നമുക്കും ഉണ്ടാകണം. വാക്സിനുകൾ ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഒന്നും ഉണ്ടാക്കുന്നില്ല. അതായത് വാക്സിനുകൾ വഴി പ്രതിരോധിക്കാവുന്ന രോഗത്തെക്കാൾ അപകടകരമല്ല വാക്സിനുകൾ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ പനിയോ അല്ലെങ്കിൽ അതായത് നമ്മുടെ ശരീരത്തിൽ പുറത്തു നിന്ന് എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ ശരീരത്തിലേക്ക് വന്നാൽ ഏതെങ്കിലും ഒരു തരത്തിലൊരു മാറ്റം സംഭവിച്ചാൽ അത് തീർച്ചയായും ഒരു പനിയോ തടിപ്പോ ഒക്കെയായി അലർജിക്കായിട്ട് മാറാറുണ്ട്. പക്ഷെ അത് വളരെ ഹ്രസ്വമായ വളരെ ചെറിയൊരു പാർശ്വഫലം മാത്രമാണ്. എന്നാൽ ഈ അലർജിക്കല്ലാത്ത മറ്റ് പാർശ്വഫലങ്ങൾ, അതായത് ഈ വാക്സിൻ സ്വീകരിക്കാതെയുള്ള പാർശ്വഫലങ്ങൾ നമ്മുടെ മരണത്തിന് വരെ കാരണമാകാം എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് 10 ലക്ഷത്തിൽ ഒരാൾക്കോ മറ്റോ സംഭവിച്ചേക്കാവുന്ന ഒരു സാധ്യത മാത്രമാണെന്നുള്ളതും കൂടി നമ്മൾ ഓർക്കണം. അതായത് ജനദ്രോഹപരമായ പ്രവർത്തനമല്ല ഈ വാക്സിൻ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞിനെ ഒരു കുത്തിവയ്പ് എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ കോമൺ സെൻസ് ചിന്തിക്കാൻ പഠിപ്പിക്കേണ്ടത് ഒരു അതിവിദൂരമായ സാധ്യതയിൽ എൻ്റെ കുഞ്ഞ് ഏതെങ്കിലും ഒരു അസുഖത്തിൽ പെടില്ല എന്നുള്ള തരത്തിൽ നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പോളിയോ തുള്ളിമരുന്ന് അടക്കം നൽകുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ കുഞ്ഞ് ജനിച്ച ഉടൻ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പൊക്കെ എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രതിരോധ കുത്തിവയ്പ്പാണ് കോവിഡ് വാക്സിനും. നമ്മൾ തെറ്റായ തരത്തിലേക്ക് ചർച്ചകളോ ചിന്തകളോ കൊണ്ടുപോകാതിരിക്കാൻ കൂടിയുള്ള ഒരു മെസ്സേജ് ആണിത്.